എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ പലഹാരമായ അൽബൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു മധുരമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. അമ്മ ചായക്കടയിൽ ഇതുണ്ടാക്കിയിട്ടുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിൽ എൻ്റേതായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 240 ml ആണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കിച്ചൺ ടവലിലേക്ക് നമ്മൾ ഈ അരി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളമെല്ലാം ഈ ടവൽ പിടിച്ചെടുത്തിട്ടുണ്ടാകും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 3 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പുട്ടുപൊടിയുടെ പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പുട്ടുപൊടിയുടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരിയും നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. ഈ റവയ്ക്ക് പകരം നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റവ ചേർക്കുമ്പോൾ ഒരു തരിതരിപ്പ് ഉണ്ടാകും. അപ്പോൾ ഒരു സ്റ്റിഫ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ശർക്കര പാവ് കാച്ചാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ശർക്കരയും ഒരു 1/2 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ശർക്കര ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാവുന്നതാണ്. സാധാരണ ചായക്കടയിലൊക്കെ പഞ്ചസാരയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഹെൽത്തി വേർഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്നുരുകി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് തിരിച്ച് ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നൂൽ പരുവത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുപ്പിൽ നിന്ന് നമുക്ക് ഈ പാൻ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് സാധാരണ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഓരോ തവി അരിപ്പൊടി വീതം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ മുഴുവൻ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ചായക്കടകളിൽ ഉണ്ടാക്കുമ്പോൾ നെയ്ക്ക് പകരം അവർ സാധാരണ വെളിച്ചെണ്ണയാണ് ചേർക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അതേ ടേസ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇതിപ്പോൾ മുഴുവൻ അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മാവ് ഈ പരുവായിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ മാവ് നമ്മൾ 24 മണിക്കൂർ, അതായത് ഒരു ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഈ മാവ് എടുക്കാനായിട്ട് പാടുള്ളൂ. 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. ഈ മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് വെക്കുക. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് നമ്മൾ ഇളക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ചെറിയ ഉരുളകളാക്കുക. ഇതുപോലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്കിനി പരത്തിയിട്ട് ഹോളിടാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക.
നിങ്ങൾക്ക് ഹോളില്ലാതെയും ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ സാധാരണ അൽബൂരികൾ നമ്മൾ കാണാറുള്ളത് ഹോളുള്ളതാണ്. അപ്പോൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ ഓൾറെഡി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഹീറ്റിൽ വേണം എണ്ണ കിടക്കാനായിട്ട്. ഒരുപാട് ഹീറ്റായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവുകയില്ല. അപ്പോൾ 2 സൈഡും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള അൽബൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം ചെയ്തെടുക്കുക. നമ്മൾ പച്ചരി ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയൊക്കെ മിക്കതും വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ട് പരത്താനായിട്ട് പറ്റും. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഹോളിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നെയ്യൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ അൽബൂരി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.